അപ്പോൾ നമ്മൾ അർജുൻ്റെ റോസ്റ്റിംഗ് വീഡിയോയുടെ ഒരു കോണ്ടന്റാണ് ചെയ്യുന്നത്. അർജു കഴിഞ്ഞ ദിവസം ദ ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് നിർത്തിക്കോ? ഗിവ് അവേ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് നിർത്തില്ലെങ്കിൽ നിർത്തിപ്പൊരിക്കും. അതെ. സോ ഗിവ് അവേ ചെയ്യുന്നവർ, വ്ളോഗ് ചെയ്യുന്നവർ, വ്ളോഗേഴ്സ് ഇൻ ദ സെൻസ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളും ഇപ്പം റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും റിവീൽ ചെയ്യാത്തവർ അതെ, നമ്മളെ മറ്റേ സിനിമയിലെ തേങ്ങ പോലെ, പൊട്ടാത്ത തല പോലെ. പിന്നെ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ബേസിക്കലി പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു സീനാണ്. ഓക്കെ, അപ്പം ഇതാണ് കോണ്ടന്റ് ചെയ്യുന്നത്. ഈ കോണ്ടന്റിനകത്ത് എവിടെയും ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന, ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകളുടെ ഡിസ്കഷനായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ബെറ്റിംഗ് ആപ്പും ഇങ്ങനത്തെ ഗാംബ്ലിംഗ് ആപ്പും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ്. അതിനെ പറ്റി മാത്രം പറയാതെ ബാക്കിയൊക്കെ ആള് പറഞ്ഞു. സോ ബേസിക്കലി അധികം പേർക്ക് പറയണേ, അർജു ഇതിനിടയിൽ കുറച്ച് ഇങ്ങനത്തെ സ്കീമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളെ എസ് അഭിജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ യൂട്യൂബർ അർജു ചെയ്യുന്നതോ? ഞാൻ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി നോക്കും. അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മൈ 11 സർക്കിൾ ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പാണ്. ബൈനോമോ, ഒക്ടാഫെക്സ്, എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൺവിൻസിംഗ് സ്റ്റാർ റിയാക്ഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരേശൻ? എന്തുവാടേ, ഞാൻ റിച്ചാന്ന് സ്വപ്നം കണ്ടു. നിനക്ക് സ്വപ്നത്തിൽ മാത്രമല്ല, റിയൽ ലൈഫിൽ നിനക്ക് റിച്ചാകാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി നോക്കും. അർജുൻ, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ 1 രൂപയും കൊണ്ട് 1 ലക്ഷം രൂപ സുപ്പിയിൽ നിന്നും ഉണ്ടാക്കിയതിന്റെ പ്രൂഫ് കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും 1 ലക്ഷം രൂപ. സോ അതിൻ്റെതായിട്ടുള്ള ഒരു തരം ഹെയ്റ്റ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി അർജുൻ്റെ അക്കൗണ്ടിലേക്ക് കയറി പോയിട്ടുമുണ്ട്. അർജുനെ പല വീഡിയോസും അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താ ഇപ്പോൾ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യണ്ടേ, ഇപ്പോൾ മറ്റേ സിപ്പി ഗുപ്പി സുപ്പി ഒന്നും പ്രൊമോട്ട് ചെയ്യേണ്ടെന്നുള്ള സാധനങ്ങൾ ഓൾറെഡി കമന്റ് ബോക്സിൽ ചാഞ്ചാടി ആടി കളിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഊക്കാതെ എന്താ നീ അത് പറയാത്തെന്നുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് കയറി വന്നു. ഇൻ അഡീഷൻ ജോജി തമ്പീനെ കുറച്ച് മിമിക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജോജി തമ്പി ഒരു റിപ്ലൈ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കും ചെയ്തു ക്രൗഡ്. ഫൈൻ. അപ്പം നമുക്ക് ആദ്യം അർജുൻ്റെ കോണ്ടന്റിലേക്ക് പോയി നോക്കാം. പോയേക്കാം. നമ്മൾ മാറ്റരുത്, നമ്മൾ സ്ലാങ് മാറ്റരുത്. UK സ്ലാങ് ആണ് ഞങ്ങളോ. How is it going, guys? Welcome back to Manu's Family Vlog channel. ഇന്ന് എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇനി ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പരിചയപ്പെടുത്തുന്ന ഒരു വ്ളോഗാണ്. സോ പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം നടന്നാലും ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നതാണ്. സോ അതുകൊണ്ട് എൻ്റെ ഭാവി വധുവിനെ ഞാൻ നിങ്ങളെ കാണിക്കും. നിങ്ങളെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഗേൾ ഫ്രണ്ട് റിവീൽ. ഓക്കെ, സോ ഗൈസ് നമുക്ക് പരിചയപ്പെടാം പുള്ളിക്കാരിയെ. കുഞ്ഞാ. സോ ഗൈസ് ഇതാണ് അവളുടെ കൈ. ഓക്കെ, അപ്പൊ നമുക്ക് ആളെ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം, നാളെ പരിചയപ്പെടാം. അല്ല, അതൊരു ഫാക്റ്റാണ്. ഓക്കെ, അതിലൊന്നും പറയാനില്ല. കാരണം അങ്ങനെ തന്നെയാണ് സംഗതി. എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് അവരുടെ വ്യൂവർഷിപ്പിന് എപ്പോഴും ഫാമിലി വ്ളോഗേഴ്സ് ഇങ്ങനെ മുൾമുനയിൽ നിർത്താറുണ്ട്. അതിപ്പം ഫാമിലി വ്ളോഗ് ആണെങ്കിലും സീരിയൽ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എഡ്ജ് കൊണ്ടുപോയി നിർത്തിയിട്ട് ബാക്കി നാളെ സീരിയലിന്റെ ഒരു പുതിയ വേർഷനായി മാറുകയാണ് ഇപ്പോഴത്തെ ഫാമിലി വ്ളോഗുകൾ. സോ അതിന്റെ ഒരു വ്യൂവർഷിപ്പും അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ല, ഒന്നുമല്ല, അത് നമ്മളും അതുപോലെ കുറ്റക്കാരാണ്. കാരണം ബാക്കിയുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കണമെന്നുള്ള അറിയാനുള്ള നമ്മളെ ഒരു ആഗ്രഹത്തിന് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളാണെങ്കിലും അത് എടുത്തു തുറന്നു വെച്ചിട്ട് നമ്മളും അത് കണ്ട ഇത് എന്ത് സംഭവിച്ചത് നമ്മൾ നോക്കും ചെയ്യും, നമ്മളെടുത്ത് വീഡിയോ ആക്കും ചെയ്യും. അത്രേ ഉള്ളൂ. അത് നമ്മളും ചെയ്യും. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് പോയി. ആ ഫേസിനൊന്നും അധികം ക്രിറ്റിസിസ് ആർക്ക് കിട്ടിയില്ല, അർജുന് കിട്ടിയില്ല. പക്ഷെ അർജുയ്ക്ക് കിട്ടിയ പരിപാടി മറ്റേ
ഇതിൻ്റെ മുകളിലാണ്, ഗിവ് അവേൻ്റെ സാധനത്തിൻ്റെ മുകളിലാണ് പാണി വാളിയത്. ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ്. എന്താണ് നീ കാണിക്കുന്നത്? വ്യൂസ് കൂടണ്ടേ? ചെയ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തിയാണ്, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാർ. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സും, അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ. എടാ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം, എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് ഇരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. കൊടുക്കാം. സോ ഗായ്സ്, ഈ 5000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കുറച്ച് കാര്യം മാത്രം. നിങ്ങൾ എൻ്റെ അക്കൗണ്ടും യവൻ്റെ അക്കൗണ്ടും ഫോളോ ചെയ്യണം. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഗേസ് ഗീവ് ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗേസ് ഗീവ്. എടാ എന്താണ് നിനക്ക് വയ്യേ? ഒന്ന് സഹായിക്കടാ. നമ്മുടെ രണ്ടുപേരുടെ അക്കൗണ്ട് ഫോണിൽ റാൻഡം ആയിട്ട് കളിക്കണം. നമ്മൾ AC കൊടുക്കാൻ പോവാണ്. ഓക്കെ ശരി, വിട്ടോ വിട്ടോ. അടുത്ത ജില്ല കൊണ്ട് കൊടുക്കണ്ട. ഫോണിൽ AC കൊണ്ട് കൊടുക്കാൻ പോകും. നീ എങ്ങോട്ടാ പോന്ന? ഇനി പത്തനംതിട്ട. കൊല്ലം പോണ്ടേ? വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജോജി തമ്പി മാത്രമല്ല, യാദിൽ, ഇപ്പൊ നമുക്ക് യാദിലിനെ അറിയാം, പിന്നെ നമ്മളെ മാഡ്ലി എമ്മി, ഞങ്ങൾക്ക് പേഴ്സണലി അറിയുന്നത് യാദിലിനെയാണ്. അപ്പോ യാദിൽ ബ്രോൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് കറക്റ്റ് മിമിക് ചെയ്തിട്ടുണ്ട്. യാദിലിന്റെ ആ ഒരു മാനറിസം സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ജോജി തമ്പിന്റെയും കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ആ ഒരു സാധനം ഇങ്ങനെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ പറയുന്ന ടോണൊക്കെ പിടിച്ചിട്ട് അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആരെ വേണമെങ്കിലും ഇക്വേറ്റ് ചെയ്യട്ടോ ഇതിനകത്തേക്ക്. ഇപ്പോൾ മാഡ്ലി ചെയ്യാറുണ്ട്, അതേപോലെ നമ്മളെ നിക്ക് ചെയ്യാറുണ്ട്, അരുൺ സ്മോക്കി ചെയ്യാറുണ്ട്, ഒരുപാട്. പക്ഷെ അത് വിസിബിലിറ്റി കൂടുതലും ഇവരൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. സോ ഇതെന്താ വെച്ചാൽ ഗിവ് അവേ ചെയ്യണ ആർക്കും ഇത് എന്നെ തന്നെയാണ്, ഞാൻ മാത്രമാണ് ആ രീതി പറയാം. പക്ഷെ പെർട്ടിക്കുലർലി ഇപ്പൊ യാദിലിനോ അല്ലെങ്കിൽ ജോജി തമ്പിക്കോ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, അവകാശപ്പെടാം. ഞങ്ങളാണേ ഞാനാണേ എന്നുള്ളത് അവകാശപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ആ കോണ്ടന്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ചെയ്തിട്ടതോട് കൂടിയിട്ട് കമന്റ് ബോക്സ് നോക്കിക്കൊള്ളിട്ടാ. ഇതിനിടയിൽ മൂപ്പരുടെ ഒരു എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഹൗ ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞുള്ള സാധനത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാനും കോണ്ടന്റ് ക്രിയേറ്റ് ആവാനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ ഇതിന്റെ ഇനീഷ്യൽ ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിക്കൊണ്ട് ബെറ്റിംഗ് ആപ്പ്, ഫേക്ക് ഗെയിമിംഗ് ആപ്പ്, ഇതുപോലെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് കോമ്പി ജീവിക്കുന്ന നിന്നെപ്പോലുള്ള തെറികൾ. 4th ടൈപ്പ് പറഞ്ഞില്ല, ഗാംബ്ലിംഗ് പ്രൊമോട്ടേഴ്സ് എക്സാമ്പിൾ അർജു. ഓക്കെ, അങ്ങനെ കമന്റ് ബോക്സ് നിങ്ങൾ നിങ്ങോട്ട് നോക്കിക്കോ. ഞാൻ അധികം വായിക്കുന്നില്ല, നോമ്പായി പോയി. അർജുന് അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു കമന്റ് ബോക്സ് എന്തായാലും കിട്ടിക്കാണില്ല. പ്രതീക്ഷിച്ച കമന്റിന്റെ ഓപ്പോസിറ്റ് ആണ് സാധ്യത. നല്ല കിട്ടൽ. ഇനി ഇതിനിടയിൽ കമന്റോളികളെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രവീൺ പ്രണവിനെ പോലെ ആ ഒരു ഇഷ്യൂ എടുത്ത് വെച്ചിട്ട് അതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇത്രത്തോളം ഒരു മാസീവ് ഹെയ്റ്റ് അർജുൻ്റെ കോണ്ടന്റിന് കയറാൻ കാരണം എന്താവും എന്നുള്ളതാണ് നിങ്ങളുടെ തോട്ട്. അതുകൊണ്ട് എൻ്റെ പറയാം. അല്ല, ഞാൻ മനസ്സിലാക്കില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴികളിൽ കൂടെയൊക്കെ കടന്നു പോന്നിട്ട് തന്നെയാണ് അർജുയും കാര്യങ്ങളൊക്കെ നടത്തി പോന്നിട്ടുള്ളത്. എന്നിട്ട് പിന്നീട് ഒരു ദിവസം അങ്ങോട്ട് നോക്കിയിട്ട് അവരെ കളിയാക്കുമ്പോൾ ആളുകൾ അത് തിരിച്ചറിയും. കാരണം അർജു ഇപ്പോൾ പെട്ടെന്ന് കയറി വന്ന ഒരാളല്ലല്ലോ. ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുവരികയാണ്. അർജു പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഫോർ മീ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഗിവ് അവേ എന്ന് പറയുമ്പോൾ കമ്പയറിങ് ടു അതർ കുറേ സ്കീം, ഇപ്പോൾ ഗിവ് അവേ 100% റിയലാ അല്ലെങ്കിൽ ജെനുവിനാണ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതിലും തട്ടിപ്പ് കാണിക്കുന്നവരും വെട്ടിപ്പ് കാണിക്കുന്നവരും അതും ആൾക്കാരെ മൂഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗമായിട്ട് എടുത്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഗിവ് അവേ ഇട്ടതിന് ശേഷം വീഡിയോ അടിച്ചുപോയി, അതുകൊണ്ട് ആ വീഡിയോ അല്ല, ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഞാൻ പറഞ്ഞ ആളെ ഫോളോ ചെയ്യ് എന്ന് പറയുന്ന സ്കീമിൽ ഉടായിപ്പ് എടുക്കുന്നവരുണ്ട്. ഗിവ് അവേ ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാതെയോ അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ കൊടുക്കാതെയോ ആളുകളെ പറ്റിക്കുന്ന പ്രൊഫൈലുകളുണ്ട്. അതൊക്കെ ഉണ്ട്. നമുക്ക് പേഴ്സണലി അറിയണതിൽ നമ്മളെ യാതിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് വെരി ക്ലോസ്ലി യാതിൽ, ജോജി, മാഡ്ലി, ഇവരാരും എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് അറിയുന്നത് ഇവർ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. ഇവർക്ക് ശരിക്കും ഭയങ്കര ടെൻഷനാണ് ഇവർക്ക് ആ കറക്റ്റ് സമയത്ത് അനൗൺസ് ചെയ്തില്ല. അതിൽ സീനാണ്. അതേപോലെ നമ്മളെ
ജോജി സീനാണ്, മാഡ്ലി സീനാണ്. ഇവർക്കൊക്കെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നുണ്ട് പേഴ്സണലി. ഇപ്പൊ എനിക്കറിയില്ല മാഡ്ലിന്റെയും ജോജിന്റെയും കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അധികം കറക്റ്റ് വീഡിയോ ചെയ്യണടാന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്കീമിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന വ്യക്തികൾ വീഡിയോ ചെയ്തു കൊടുത്തത് ക്യാമറ പിടിച്ചെടുത്തിട്ടുണ്ട്. വളരെ ജെന്യുവിൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്, ഗിവ് അവേക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ ഓബ്വിയസ്ലി ഇവർക്കൊക്കെ ഈ പറഞ്ഞ മാതിരി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാൻഡ് പാർട്ണറിനെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള അവരെ എഫേർട്ടിന് എന്തുണ്ട്, അവർ പൈസ മേടിക്കുന്നുണ്ടാവും. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ കുറെ പേർക്ക് ഈ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കുറെ പേര് ഇതിന് റിയാക്ട് ചെയ്തപ്പോൾ കണ്ടു, ഇതുവരെ ഗിവ് അവേ അടിച്ച ഒരാളെ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളത്. ഞാനൊക്കെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. 1ഉം 2ഉം ഗിവ് അവേ അടിച്ച ആൾക്കാരൊക്കെ നമ്മളെ ഇതെന്താ പറയുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇതിനെ ലൈക്ക് അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇതിനൊരു പർട്ടിക്കുലർ ക്രൗഡ് ഉണ്ട്, നല്ല ക്രൗഡ് ഉണ്ട് ഇതിനായിട്ട്. ലോട്ടറി ഒക്കെ എടുക്കണ്ടല്ലോ, അതുപോലെ ഇത് ട്രൈ ചെയ്യുന്ന ഇഷ്ടംപോലെ ക്രൗഡ് ഉണ്ട്. മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ, എനിക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തവരെ വരെ ഞാൻ സത്യം പറഞ്ഞ കമന്റ് ഇങ്ങനെ നോക്കാറില്ല, പൊതുവെ കുറവാണ്. പക്ഷെ നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ അന്തം വിടാറുണ്ട്, ഇവനും ഉണ്ടോ. എല്ലാരും അവരുടെ ഒരു ലക്ക് ട്രൈ ചെയ്യാണ്, ബേസിക്കലി ഒരു ലക്ക് ട്രൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇതിലൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസീവ് സ്കാം അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള വെട്ടിപ്പ് തട്ടിപ്പ് നടത്തുമെന്ന് അവർ കാണും. ഓക്കെ, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് അർജുന് ഇത് തിരിച്ചടിക്കാൻ കാരണം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇവരെ വെച്ചത് കൊണ്ടല്ല. അർജുൻ എന്തുകൊണ്ട് സ്വന്തം കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ആളുകളെയോ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെയോ ഫോർത്ത് കാറ്റഗറി എന്തുകൊണ്ട് വെച്ചില്ല എന്നുള്ളത് അവിടെ മൊത്തം സീനായി പോയത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ജോജി ഇട്ട വീഡിയോ ഫ്ലയർ അപ്പ് ആയിട്ടുണ്ട്. ജോജി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി വിളിക്കുന്നവന്മാർ ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല, പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നില്ലേ? 1-2 രൂപ പോരാ, 10-50 ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണം അത്. അതുപോലെ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ഇനി ഒരു ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിഞ്ഞിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡിൽ പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ചുമ്മാ ഒന്നിങ്ങനെ കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. പിന്നീട് നീയൊക്കെ ഈ കുറ്റം പറഞ്ഞ ഈ ഗീവവേയുടെ കാര്യമില്ല. എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ഗീവവേ ട്രെൻഡ് ആക്കി എടുത്തത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവവേസ് പലർക്കും വേണ്ടി പല ബ്രാൻഡിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവവേസ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയാതെ ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. ഈ ഗീവവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഗീവ് അവേ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെയും കുടുംബസ്വത്തല്ല, ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെയൊക്കെ ഈ കുരു പൊട്ടാൻ തുടങ്ങിയത്. ഇനിയും പറയും, ഇനിയും പ്രതികരിക്കും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും. ഇതൊക്കെ അടിച്ചു കയറ്റി പലരുടെയും കമന്റ് ബോക്സ് നീയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല. നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം. തെറി മാത്രമല്ല പലതും ചെയ്യാൻ അറിയാം. എന്റെ വീട്ടുകാരെ പറഞ്ഞവന്മാരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ച തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു മടിയില്ല, ഒരു പേടിയില്ല. പിന്നെ ഞാൻ ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കുന്നതാണ്. പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ് ഈ തെറി വിളിക്കുന്നവരെ ഞാൻ അങ്ങ് ബ്ലോക്ക് ആക്കാം, വേറെ ഒന്നുമല്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് അറ്റത്ത് സംസാരിക്കേണ്ടി വരും, പിന്നെ ഞാൻ എന്റെ വില അവിടെ കളയേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ബ്ലോക്ക് ആക്കി വിടും പലരും. എത്രയൊക്കെ നല്ലത് ചെയ്താല് കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറയേണ്ടതുണ്ടല്ലോ, സമ്മതിക്കണം ഇവനെ. ഇതാണ് ജോജിയുടെ റിപ്ലൈ. ഇതിൽ ജോജി കൂടുതലായിട്ട് പറയുന്നത് ലഹരിയെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് വന്നിട്ടുള്ള അതിപ്പോ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മളെ കാര്യം തന്നെ നമുക്കറിയാലോ, ഞങ്ങൾ എന്തിലൊക്കെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയുള്ളൂ.
ഓക്കെ, അത് വിട്, അത് വേറെ സീൻ. അതിപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാനോ അല്ലെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യാനോ ആളുകൾ കാണും. അതൊക്കെ പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അതിനകത്ത് പല മൂഡിലും സംസാരിക്കാൻ, അത് പല രീതിയിൽ പല പെർസ്പെക്റ്റീവിൽ എടുക്കാനൊക്കെ ആളുകൾ കാണും. അതൊന്നും വിഷയമല്ല. അതെപ്പോഴും എങ്ങനെയാണെന്നറിയാം, അങ്ങനെ അവിടെ ഇവിടെയും ചവിട്ടി നിൽക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് സംസാരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ ഇതിൽ പറയുന്ന ഗിവ് അവേനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യം, ഗിവ് അവേനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ജോജി പറഞ്ഞത് അർജുനിട്ടുള്ള കൊട്ടാണോ എന്നുള്ള രീതിയിൽ ആളുകൾ ഇക്വേറ്റ് ചെയ്തത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഗിവ് അവേ ചെയ്തതിന് ജോജി തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് കണക്ക് പറയുന്നത്? മനസ്സിലായോ? എന്തിനാണ് അത് വിളിച്ചു പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ മൂഡാണ്, മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതും കൊടുക്കുന്നതൊന്നും ഒരാളെ അറിയിച്ചുകൊണ്ടാവരുത് എന്നുള്ളൊരു കാര്യം എനിക്കുണ്ട്. പക്ഷെ അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കണം എന്നുള്ളത് റീസെൻറ്റ് ഡേയ്സിൽ ഞാനത് പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ട് ചെയ്യും, അല്ലാത്ത തോന്നുന്ന കാര്യങ്ങൾ അറിയിക്കാതെ തന്നെ ചെയ്യും. അത് അപ് ടു അസ്, നമ്മുടെ താല്പര്യമാണ്. പിന്നെ ഇവരുടെ കോണ്ടൻ്റാണിത്. എന്ത് ഗിവ് അവേയിൽ ഒരു സാധനം കിട്ടിയാൽ അത് ആളുകളെ ജെന്യുവിനിറ്റി, അതിൻ്റെ ക്രെഡിബിലിറ്റി കാണിച്ചു കൊടുക്കുക. ഒരു സാധനം കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത് തരും എന്ന് പറയുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് ക്രെഡിബിലിറ്റിയാണ്, അല്ലേ? അല്ല, പണ്ടുള്ള ആളുകൾ പറയണ പോലെ എപ്പോഴും നടക്കണമെന്നൊന്നുമില്ല. എന്താ ഇടത് കൈ കൊടുക്കണം വലുത്, അത് അങ്ങനെയൊന്നും അല്ല. അത് ചില സാധനങ്ങൾ നമ്മൾ ആൾക്കാരെ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം. രാഷ്ട്രീയക്കാരെന്താ ചെയ്യണേ? അതെ, രാഷ്ട്രീയക്കാർ നിങ്ങൾ ആലോചിക്കും, നമ്മളുടെ ടാക്സിൽ നിന്ന് നമ്മൾ അടയ്ക്കുന്ന പൈസേൻ്റെ ഫണ്ടായിരിക്കും ഇവർക്ക് ഫണ്ടായിട്ട് ചെല്ലുന്നത്. ഈ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാവും വല്ല ബസ് സ്റ്റോപ്പോ വല്ല ലൈറ്റോ എന്തിനാടേ ഒരു മയിലും കുറ്റിയുമ്പോൾ പെയിന്റ് അടിച്ചാലടക്കം അവർ ബൈ ഇന്ന MLA, ഇന്ന MP, ഇന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ മുനിസിപ്പൽ ഒന്നും നടന്നില്ലെങ്കിലും ഫ്ലക്സെങ്കിലും വെക്കും. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിസിനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി. ഒന്നും വേണ്ട, നന്മ മരങ്ങൾ, ഇവിടെ ചാരിറ്റി ചെയ്യുന്ന പല നന്മ മരങ്ങളും ഇവരെന്താ ചെയ്യുന്നത്? ഒരു രോഗീനെ എടുക്കുന്നു, ആ രോഗിയുടെ രോഗം പുറത്ത് കാണിക്കുന്നു, ആ രോഗം പുറത്ത് കാണിച്ച ആളുകളായിട്ട് ആ വീഡിയോ കണക്ട് ചെയ്യിക്കുന്നു, കൂടുതൽ ആ വീഡിയോയിലേക്ക് ആളുകൾ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിൽ വിഷ്വൽസ് വെക്കുന്നു, എന്നിട്ട് ആ പൈസ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യിക്കുന്നു. എന്നിട്ട് അത് പബ്ലിക്കായിട്ട് തന്നെ ഇത്ര പൈസ വന്നു എന്ന് പറയുന്നു, അവർ നിൽക്കുന്നു. ഇടനില നിൽക്കുന്ന ആളുകൾ ക്യാഷ് എടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മീഡിയേറ്റേഴ്സ് എന്നുള്ള സ്കീമിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട്. സെയിം പരിപാടി തന്നെയായിട്ട് എന്ത് കൂട്ടിയാൽ മതി? ഗിവ് അവേ കൂട്ടിയാൽ മതി. അതായത് അവരൊരു ബ്രാൻഡ് പാർട്ട്ണറിൽ നിന്ന് കാശ് മേടിക്കുന്നു, കുറച്ച് കാശ് ആളുകൾക്ക് കൊടുക്കാന്ന് പറയുന്നു, ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് അവരുടെ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൊഫൈല് വഴി അവർക്ക് കൂടുതൽ ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് നിങ്ങളോട് ഒരാളെ ഫോളോ ചെയ്യാൻ പറയുന്നു, കമൻറ്റ് ചെയ്യാൻ പറയുന്നു. ഈ ഫോളോ ചെയ്തു കമൻറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റൊരു ചെയ്യണ പോലെ പൈസേൻ്റെ നഷ്ടമോ അല്ലെങ്കിൽ ഒരാൾക്കൊരു ലൈഫ് പോണ കാര്യമാണോ ഒരു ഫോളോ ചെയ്യുന്നതും അൺഫോളോ അടിച്ചാൽ ആ ഗിവ് അവേ കഴിഞ്ഞാൽ അൺഫോളോ അടിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഗിവ് അവേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അത്ര ഹാംഫുൾ ആയിട്ടുള്ളൊരു സംഗതിയല്ല. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് ഒരു ഗിവ് അവേ വീഡിയോ ഉണ്ട്, നമ്മളെ താല്പര്യമാണ്, 2 കമൻറ്റ് വിട്ടിട്ട് 4 ആളെ ഫോളോ ചെയ്തിട്ട് കിട്ടി പോയാൽ പോയി, അല്ലേ? ഇത് ലോട്ടറി എടുക്കുന്ന പോലെ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു അഡിക്ഷൻ അല്ലല്ലോ. അതായത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കിട്ടണോന്ന് കിട്ടും. ഇപ്പം ഈ ലൈഫ് ചേഞ്ച് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുത്തനൊരു സാഹചര്യത്തിൽ ഒരു 50,000 രൂപ 1 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവന് ലൈഫിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? ഒരു ഫോൺ എടുക്കാൻ താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരു ഫോൺ കിട്ടിയാൽ നല്ലതല്ലേ? കാർ എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ഗിവ് അവേയിൽ 4 കമന്റും ഒരു 4 ആളെ ഫോളോ ചെയ്തതും കൊണ്ട് ഒരു കാറാണ് കിട്ടി. അല്ല, ഒരു ചെറിയ കാറൊക്കെ എടുത്തിട്ട് വേണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ BMW ഒക്കെ കിട്ടും. പിന്നെ അതത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ മുകളിൽ പിന്നെ ഞാൻ പറഞ്ഞ ഇത് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും സ്കാം ഉണ്ടോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ഗവൺമെന്റിന് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിലൊന്നും ഇതുവരെ ഗവൺമെന്റോ അല്ലെങ്കിൽ ബാക്കി ആളുകളോ ഒരു ക്ലാരിറ്റി ഇല്ല, തന്നിട്ടുമില്ല. അങ്ങനെ വിഷയമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ സാധനങ്ങൾ ആരും ഇവിടെ ഈ നാട്ടിൽ നടക്കൂല കേട്ടോ, വേറെ കാര്യം. അപ്പൊ എന്താണെങ്കിലും ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഈ ഒരു മാത്രമല്ല വെരി സക്സസ് ആയിട്ടാണ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. ഞാൻ കണ്ടിടത്തോളം ഞാൻ പറയാലോ, എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ഇപ്പോൾ അർജുൻ ഇത്രയും മാസീവ് ഹെയ്റ്റ് വന്നത് ജോജി തമ്പീനെ ട്രോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗിവ് അവേനെ ട്രോൾ ചെയ്തുകൊണ്ടോ ഇതൊന്നും അല്ല. ഫൈൻ, അർജുന് വിഷയം അർജു പ്രൊമോട്ട് ചെയ്ത ഇതിന് മുമ്പ് ചെയ്ത ഇങ്ങനത്തെ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകൾ, ഇല്ലീഗൽ ആപ്പുകൾ, ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾക്ക്
ചതിക്കുഴി തുറന്ന് വെച്ചിട്ട് അതിൽ ചാടിക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ നിങ്ങളെ വ്യൂവർഷിപ്പിന് പറഞ്ഞു കൊടുത്തു, അതിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആയി. അത് നിങ്ങൾ മറച്ചു വെച്ച് ആ സ്കീമിലുള്ളവരെ കുറിച്ചൊന്നും ഒന്നും പറയില്ല, അത് കാരണം സ്വന്തം തിരിഞ്ഞ് ബൂമറാങ് കടിക്കുന്നു വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെ ഈ പറഞ്ഞ സാധനം വെച്ച് ട്രോൾ ചെയ്യപ്പോൾ നാട്ടുകാർ തിരിച്ച് കമന്റ് ബോക്സിൽ പൊങ്കാലിട്ട് തന്നു. പൊങ്കാലയാണല്ലോ എല്ലാം മറക്കുന്നവരല്ല വീഡിയോ കാണുന്ന ആളുകൾ. പൊങ്കാല കിട്ടി, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് പൊങ്കാല ടൈം ആയതുകൊണ്ടേ ആ കൂട്ടത്തിലായിട്ട് പൊങ്കാല ഇട്ട് അത് കൂട്ടിയാലും മതിയാവും. പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ നന്മ ചെയ്യുന്നത് വിളിച്ചു പറയണോ പറയണ്ടേ, ദാറ്റ്സ് അപ് ടു എ പേഴ്സൺ അല്ലേ. പേഴ്സന്റെ താല്പര്യമാണ്. ജോജി തമ്പി ഒരാളെ പഠിപ്പിക്കുകയോ ജോജി തമ്പി ഒരാൾക്ക് നല്ലത് ചെയ്തിട്ട് അത് വിളിച്ചു പറയുക ജോജി തമ്പിയുടെ താല്പര്യമാണ്. അയാൾ പറയണോ, ഞാനല്ല ഇത്ര ആളിക്കുന്നുള്ളൂ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വേറെ ഉപകാരമുണ്ട്. അതാണ് കാര്യം. ഒരാൾക്ക് ഒരു ഉപകാരം കിട്ടുന്നുണ്ട്. യാതിലാണെങ്കിലും ബാക്കി ആരെങ്കിലും നമുക്കറിയാം പേഴ്സണൽ ലൈഫിൽ അവർ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാനൊക്കെ അവർ എത്രത്തോളം റെഡിയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഫേസിൽ കാണുന്നവന്മാര് വില്ലന്മാരും രാക്ഷസന്മാരും ഒന്നുമല്ല. നമുക്കറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് വരെയൊക്കെ പേഴ്സണലി അറിയാവുന്നത്. ഇപ്പൊ അർജു ആണെങ്കിലും ഞാൻ പറയാലോ, അർജു ഇപ്പൊ ഈ ആപ്ലിക്കേഷൻ ചെയ്തു അല്ലെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അർജു ഒരു മോശക്കാരനല്ല. എനിക്കറിയുന്ന അർജു അതല്ല കേട്ടോ, ഞാൻ സീരിയസ്ലി പറയുന്നു. അർജു എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് അത്യാവശ്യം കണ്ടുപരിചയവും സംസാരിച്ചിട്ടുള്ളതും ഉണ്ട്. അർജു എന്ന് പറഞ്ഞ വ്യക്തി എത്രത്തോളം ഡൗൺ ടു എർത്ത് ആണ് എന്നുള്ളതും, അർജു എന്ന് പറഞ്ഞ വ്യക്തി എത്രത്തോളം എന്താ പറയുക, ഒരു സദസ്സിൽ വന്നു കഴിഞ്ഞാൽ അവനൊരു സൈഡിൽ അങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് മാറി നിൽക്കുന്ന അതേ ആരോട് സംസാരിക്കാത്ത ഒരാളാണ്. അപ്പോൾ അർജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെ ഒരു സാധനം പറ്റിപ്പോയി. അതിപ്പോ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഇത് ഈ പറഞ്ഞ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്ന സാധനല്ലേ. അതെ, നമ്മൾ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. ഇപ്പോ ഗിവ് അവേ ചെയ്യുന്ന ആളുകൾ ചെയ്ത പോലെ അവർ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്ത പോലെ, ഫാമിലി വ്ളോഗേഴ്സ് അവരെ കാര്യങ്ങൾ ചെയ്ത പോലെ അർജുൻ അങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അർജുൻ മറന്നുപോയോ എന്ന് മാത്രം നമ്മൾ ചോദിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അർജുൻ ഒരു വലിയ സംഭവം ഭയങ്കര വലിയ പ്രശ്നം കഴിഞ്ഞു കുറെ ആൾക്കാരെ പറ്റിച്ചൊരു സ്കാമറാന്നൊന്നുമല്ല അല്ല പറഞ്ഞത്. പക്ഷെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പുകൾ, ബെറ്റിംഗ് ആപ്പ് പോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പണി കിട്ടിയ കുറെ ആളുകളുണ്ട്. അതിലൂടെ അത് കണ്ട് പണി മേടിച്ച കുറെ ആളുകളുണ്ട്. അങ്ങനെ സൊസൈറ്റീൻ്റെ മുന്നിൽ പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ മരണവും സാധനങ്ങളൊക്കെ നടന്നിട്ടില്ല ഈ സാധനങ്ങൾ കളിച്ചിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൊസൈറ്റിയിൽ ഈ സാധനത്തിന് വളരെ ബാഡ് സാധനമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വന്ന ഹെയ്റ്റും കൂടിയാണത്. ദാറ്റ് വിൽ ഗോ ഓൺ അല്ലേ, പോവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നമ്മളെ റിയാക്ഷൻ ചാനലുകൾ കാറിനകത്തിരുന്നിട്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അർജു ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ആ സാധനം. അടുത്ത അങ്ങനെ ആയിക്കോട്ടെ അല്ലേ, കണ്ടവന്റെ കണ്ടന്റ് വെച്ച് നക്കുന്ന ഏജന്റും അതാവുമ്പോ കുറെ ആൾക്കാർക്ക് തെറി വിളിക്കാൻ ഇഷ്ടമുണ്ടാവും. നമ്മളൊക്കെ ട്രോളിങ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അല്ലേ, ഇന്നൊക്കെ കിട്ടാൻ നിൽക്കുകയാണ് അങ്ങോട്ട് തിന്നെ. ഇപ്പൊ അർജുനെ തെറ്റി ആൾക്കാരൊക്കെ സപ്പോർട്ട് ആയിട്ട് പിന്നെ ഇപ്പൊ അർജുന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നേരെ എടുക്കുക, ഇവിടുത്തെ റിയാക്ഷൻ ചാനലുകളെ വെക്കുക. എന്താ അവന്മാര് ചെയ്യണേ, കണ്ണു കണ്ടവരൊക്കെ കോണ്ടന്റ് എടുത്തിട്ട് അവന്മാര് ഇങ്ങനെ കാറ് കൊണ്ടുവരിക, കുറെ എണ്ണം റൂമിലിരിക്കുക അല്ലേ, കുറെ എണ്ണം ഇങ്ങനെ ചെയ്യാ അങ്ങനെ ചെയ്യാ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുണ്ടല്ലോ ആ മോനെ. റിയാക്ഷൻ ചാനലിനായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അർജു ഫയർ ആയിരിക്കും കമന്റ് ബോക്സ്, ഉറപ്പാണ്. ഞങ്ങൾ ഇലുമിനാറ്റീസ് ഞങ്ങൾ ആദ്യം പ്രൊഡിക്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റിയതാ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും വിചാരിക്കേണ്ടവരെല്ലാവരും കൂടി കൂട്ടത്തല്ല എന്നുള്ളത്. എല്ലാവരും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ഫുഡും കഴിച്ച് പോണ ടീംസാണ്. ഫൈൻ. പിന്നെന്താ അറിയോ, എല്ലാവർക്കും ഒരു രസം. നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിലുള്ള പോലെ തന്നെ അല്ലേ കാണുന്ന, നമുക്കൊക്കെ രസം. അത്രേ ഉള്ളൂ പരിപാടികൾ. വീഡിയോ ഇത് വേറൊരു ഭാഗം, വേറൊരു ഭാഗം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇപ്പൊ എന്തൊക്കെയോ പോളിടെക്നിക് കഞ്ചാവ് പിടിച്ചു എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. വരാം അധികം വൈകാതെ വരാം. ഓക്കെ.